ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്നു. രാവിലെ ഇപ്പോൾ സമയം 7:30 മണി. അപ്പോൾ ഇന്നത്തെ പര്യടനം തുടങ്ങാൻ പോകുന്നു. വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. നമ്മൾ ഇന്നും ബാംഗ്ലൂർ തന്നെയാണ്. ബാംഗ്ലൂരിൽ ഇനി ഒരുപാട് ഫുഡ് സ്പോട്ട്സും ക്ഷേത്രങ്ങളും ഒക്കെ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ രാവിലെ 7:30 ആയതും നേരെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. 2 ക്ഷേത്രങ്ങളിൽ പോകണം എന്നാണ് ആഗ്രഹം. അപ്പോൾ തുടങ്ങാം നമുക്ക്. ഫസ്റ്റ് പോകാൻ പോകുന്നത് കദ്രി മഞ്ജുനാഥ ടെമ്പിൾ. ഓൾമോസ്റ്റ് 10th century 11th century പീരീഡിലുള്ള ക്ഷേത്രമാണ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ശിവ ടെമ്പിൾ. അങ്ങോട്ടേക്ക് ആദ്യം പോകാം. നല്ലൊരു ഗോപുരമുണ്ട്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ചെരുപ്പ് വയ്ക്കാനായിട്ട് ഇവിടെ സൂക്ഷിക്കാൻ സ്ഥലമുണ്ട്. അവിടെ കൊടുത്തിട്ട് പോകാം ടോക്കണൊക്കെ. ഇത് ശിവഭഗവാനാണ്. ഭാഗത്തേക്ക് കയറാം. വാട്ട് എ ബ്യൂട്ടിഫുൾ ടെമ്പിൾ. ഇതൊക്കെ ഓക്കെ, മനോഹരമായിരിക്കുന്നു. ഇത് കദ്രി ഹിൽസ് എന്നാണ് സങ്കല്പം. ഇത് കുറച്ച് റേസ്റ്റാണ്, കുറച്ച് പൊക്കത്തിലാണ്. കുറച്ച് പടി കയറി ഇങ്ങനെ. ഇവിടെ ഉപദൈവങ്ങളായിട്ട് മഹാഗണപതി ഉണ്ട്, ഭഗവാൻ. പിന്നെ അവിടെ ധർമ്മശാസ്താവുണ്ട്. നല്ല രസമുണ്ടല്ലേ, കൊട്ടിയമ്പലം പോലെയൊക്കെ. ഇങ്ങനെ ഒരു കേരള ആർക്കിടെക്ചറൽ സ്റ്റൈൽ പോലെയൊക്കെ തോന്നും. ഇവിടെ ഗോമുഖുണ്ട്. വെള്ളത്തിൻ്റെ ഒരുപാട് പ്രസൻസ് ഉണ്ട്. ചെറിയ തീർത്ഥക്കുളങ്ങളൊക്കെ അകത്തുണ്ട്. അതായത് ആ മെയിൻ ടെമ്പിളിൻ്റെ ചുറ്റും. ഇവിടുത്തെ ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ പരശുരാമൻ ഇവിടെ വന്നിട്ട് ഈ കദ്രി ഹിൽസിൽ വന്ന് പ്രാർത്ഥിച്ചു എന്നും ശിവഭഗവാൻ ഇതൊരു പോയിൻ്റ് ഓഫ് മെഡിറ്റേഷനായിട്ട് അദ്ദേഹം അത് എടുത്തിട്ട് ഈ കദ്രി ഹിൽസിൽ എന്നിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയുടെ ഗുണം കൊണ്ട് ശിവഭഗവാൻ മഞ്ജുനാഥ് ഉള്ള ഭഗവാന്റെ രൂപത്തിൽ ഭാര്യാസമേതനായിട്ട് പാർവതി ദേവിയോടൊപ്പം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതായത് പരശുരാമൻ്റെ ഫ്രണ്ടിൽ. അങ്ങനെ സങ്കല്പം. അവിടെ അതാണ് ഇവിടെ മഞ്ജുനാഥ ടെമ്പിളായി മാറിയത്. പിന്നെ ഇവിടെ നിന്നാണ് പരശുരാമൻ മെഴു എറിഞ്ഞത് അറേബ്യൻ സീയിലേക്കെന്ന് പറയുന്നു. മെഴു എറിഞ്ഞപ്പോഴാണല്ലോ കേരളം ഉണ്ടായതെന്ന് പറയുന്നത്. അതായത് കടൽ മാറി ലാൻഡായി മാറിയത്. അത് അങ്ങനെയും പറയുന്നുണ്ട്. ഇങ്ങനെ ഐതിഹ്യ കഥകളാണ്. എന്തായാലും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഐതിഹ്യവും ചരിത്രവും എല്ലാം കൂടിക്കുഴഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലം. 10th century 11th century ആ പീരീഡിലാണ് ഇത്. വിജയനഗർ രാജാക്കന്മാരുടെ പീരീഡിലാണിത്. അവരുടെ അധീനതയിലായിരുന്ന സമയത്താണ് ഈ ക്ഷേത്രം ഇവിടെ പണിതത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? ഇവിടുത്തെ മഞ്ജുനാഥ വിഗ്രഹം, ഷ്രൈൻ, 5 അടി പൊക്കമുള്ള പഞ്ചലോഹത്തിൽ നിർമ്മിച്ച വലിയ ശിവഭഗവാന്റെ വിഗ്രഹമാണ് മഞ്ജുനാഥ ഭഗവാൻ. കത്രി ഹിൽസാണ്. അപ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ മുകളിലേക്കുണ്ട്. ഇവിടെ കുറച്ച് സ്വാമിമാരാണ് ആ മലയിൽ നിന്നും ഇറങ്ങി വന്നിട്ടാണ് ഇവിടെ ഉത്സവമൊക്കെ തുടങ്ങുന്നത്. ഓക്കെ, പാത്തി പോലെ ഒരു സംഭവം, വെള്ളം വരാൻ. നമ്മളിത് വേറെ ഒരു ടെമ്പിളിൽ കണ്ടിട്ടുണ്ട്, തിരുനെല്ലിയിൽ. എനിക്ക് തോന്നുന്നു അതുപോലത്തെ വല്ല ആണോ എന്നറിയില്ല. എന്തായാലും ഇത് മുകളിലേക്ക് കയറിപ്പോയാൽ നമുക്ക് തീർത്ഥജലം, അതായത് ഹോളി ടാങ്ക് എല്ലാം കാണാം. അവിടെയും പോവാം. ഓക്കെ, അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് പോകാം. അപ്പോൾ ശിവഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലമാണ് മഞ്ജുനാഥ് എന്ന രൂപത്തിൽ അദ്ദേഹം വരുന്നു. പരശുരാമൻ സ്വാമി, അതായത് പരശുരാമൻ മഴു എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായെന്ന് പറയും. ഇവിടെ ഈ ഒരു പോയിന്റ് നിന്നിട്ട് എറിഞ്ഞു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക. അത് ലെജൻഡ്. അഗെയിൻ വലിയ കൊടിമരം. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇതുവഴി അകത്ത് പോയി പ്രാർത്ഥിക്കാം. ഇത് പല ലെജൻഡ്സ് ഉണ്ടല്ലോ. അതിൽ ഈ സൈറ്റ് വജ്രായന ബുദ്ധിസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ആയിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയും ഒരു തിയറി ഉണ്ട്. ബുദ്ധിസം ഏതാണ്ട് 10th century ആയ സമയത്ത്, ഏകദേശം ആ സമയത്ത് അത് പ്രത്യേകിച്ച് ബുദ്ധിസം ഇവോൾവ് ചെയ്തിട്ട് നാദപാന്ത കൾട്ട് എന്ന് പറഞ്ഞൊരു കൾട്ട് രൂപം കൊണ്ടു. അത് എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് താന്ത്രിക് പ്രാക്ടീസസും ശിവ വർഷിപ്പും കൂടി കമ്പൈൻ ചെയ്ത് വരുന്നതാണ്. കദ്രി ടെമ്പിള്, ഈ ഒരു ക്ഷേത്രം ഒരു മേജർ സെൻറ്റർ ആയിരുന്നു ഈ ഒരു കൾട്ടിന്. ദാറ്റ് ഇസ് നാദപാന്ത കൾട്ട്. ബുദ്ധിസത്തിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്ന ആ ഒരു കൾട്ടിൻ്റെ പ്രധാന സെൻറ്ററായി മാറിയെന്നും പറയുന്നു. താന്ത്രിക് പ്രാക്ടീസസ് വിത്ത് ശിവ വർഷിപ്പ്, അങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അവരുടെ ഒരു സെൻറ്ററായി മാറി. ഇനി ഇതിനകത്തേക്ക് പോയാൽ ഇതിന് ചുറ്റും നടന്നാൽ നമുക്ക് കാണാം സ്പ്രിംഗ് വാട്ടർ ടാങ്ക്സ് ഉണ്ട്, ഗോമുഖുണ്ട്. ഇതെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പിന്നിലേക്കാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പല ടൈപ്പ് ഓഫ് പൂജാവിധികളുണ്ട്. നോക്കിക്കോളൂ. തീർത്ഥജലമൊക്കെ അവർക്കിങ്ങനെ മേളിലത്തെ ആ ഗോമുഖ, അവിടുത്തെ ആ ഹോളി സ്പ്രിങ്ങിൽ പോയി കുളിച്ചിട്ട് വരുന്നവരെ ഇതുപോലെ ഹോളി വാട്ടർ ഒഴിച്ചിട്ട് അനുഗ്രഹിക്കുന്ന ഒരു രീതിയുണ്ട്. ഇവരെല്ലാം തന്നെ ഹോളി ടാങ്കിൽ സ്നാനം ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ്. ആ നനഞ്ഞ വസ്ത്രത്തോടു കൂടിയാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ മുട്ട് മടക്കി ഇങ്ങനെ
അനുഗ്രഹത്തിന് വേണ്ടി നിൽക്കുന്നു. ഇവിടെ മേളിലേക്ക് കയറി കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ ഹൈറ്റിലാണ് കേട്ടോ മെയിൻ ടെമ്പിൾ. താഴെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുകളിലോട്ട് പോകുമ്പോൾ പാണ്ഡവ കേവ്സ് ഒക്കെ ഉണ്ട്. പാണ്ഡവ കേവ്, സീതാ ഭാവി, പരശുരാമ ധൂനി, കാശി കലാപിറാവ, യോഗേശ്വർ മഠ്, ഗോരഖ് സ്വാമിമാരുണ്ട് ഏറ്റവും മുകളിലായിട്ട്. അത് കയറി പോയാൽ കാണാം. അവർ താഴേക്കൊന്നും വരില്ല. അവർ വളരെ സൈലൻ്റായിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരാത്ത സ്വാമിമാരാണ്. അവരാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ശിവലിംഗം കണ്ടെത്തിയതെന്നും പിന്നീട് അത് പ്രാധാന്യത്തിൽ വന്നതായിട്ട് പറയുന്നത് ഗോരഖ് സ്വാമീസ്. അവർ മേളിൽ നിന്ന് വന്നിട്ടാണ് ചില ചടങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഉത്സവം കൊടിയേറുന്നത്. രണ്ടാമത്തെ കാര്യം, മംഗളാദേവി ടെമ്പിളും ഈ ക്ഷേത്രവും രണ്ടും പൗരാണികമായ ക്ഷേത്രങ്ങളാണ്, രണ്ടും കണക്റ്റഡാണ്. അപ്പോൾ ഇവിടുന്ന് ചില ചടങ്ങുകളൊക്കെ ചെയ്തിട്ട് മംഗളാദേവി ടെമ്പിളിൽ പോയിട്ടാണ് അവിടെയും ഉത്സവം തുടങ്ങുന്നത്. ഇവിടുത്തെ ഗോമുഖ് ഇവിടെ ഉണ്ട്. ഒരു കണ്ടില്ലേ തീർത്ഥജലം വരുന്നത് ഏത് വഴിയാണെന്ന്? ഗോമുഖിലൂടെയാണ് തീർത്ഥജലം. ഇവിടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് സ്നാനം ചെയ്യുന്ന ഒരു സ്ഥലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും തീർത്ഥം. അത് കാശി ഭാഗീരഥി തീർത്ഥം. കാശിയിലെ ഭാഗീരഥി നദിയുടെ കണ്ടിന്യൂഷനാണ് ഈ തീർത്ഥം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാശി ഭാഗീരഥിയുടെ അവിടെ അഭിഷേകം എവിടെ ചെയ്യും? മേളിൽ പോയി ചെയ്യോ? എവിടെ നിന്ന് എടുത്തിട്ട് പോവും? ഇവിടെ നിന്ന് എടുത്ത് മേളിൽ കൊണ്ടുപോകണം. ഇവിടെയാണ് സ്നാനം ചെയ്യുന്നത്. വെള്ളത്തിലിറങ്ങി ഒന്ന് മുങ്ങി നിവർന്ന് അവിടെ പോയി ഗോമുഖിൽ നിന്നും വെള്ളം സ്വീകരിച്ച് മേളിൽ പോയി അഭിഷേകം ചെയ്ത് തിരിച്ച് താഴെ പോയി നമ്മുടെ തലയിൽ തീർത്ഥജലം ഒഴിച്ചിട്ട് ക്ഷേത്രത്തിൻ്റെ അകത്ത് പോയി പ്രാർത്ഥിക്കും. ഒരുപാട് ഹോളി ടാങ്ക്സ് ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. ഇതെല്ലാം സ്നാനഘട്ടങ്ങളാണ്. ഇതെല്ലാം ഒരു ഘാട്ട് പോലെയാണ് ചെയ്തിട്ടുള്ളത്. ചേഞ്ചിങ് റൂമുണ്ട് വേണമെങ്കിൽ. പക്ഷേ ഇവിടെ നിന്ന് എല്ലാവരും മുങ്ങി നിവർന്ന് നേരെ ആ നനഞ്ഞ വസ്ത്രത്തോടു കൂടിയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഗോമുഖിൽ നിന്നും കുറച്ച് വെള്ളം സ്വീകരിക്കാനായിട്ട് എടുത്തിട്ട് മേളിൽ പോയി അവിടെ അഭിഷേകം ചെയ്തിട്ട് താഴേക്കും പോകും. അവിടെ നിന്നും തീർത്ഥജലം, ഭാഗീരഥി തീർത്ഥ ഫ്രം കാശി എന്നാണ്. അതായത് ഗംഗാ നദിയുടെ ജലം തന്നെയാണ്, അതിൻ്റെ കണ്ടിന്യൂഷൻ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നല്ല ശുദ്ധമായ വെള്ളം ഞാൻ കുടിക്കുകയും ചെയ്തല്ലോ. എല്ലാവരും കുടിക്കും, തലയിലൊഴിക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് ഹോളി ആയിട്ടുള്ളൊരു തീർത്ഥമാണ്. ഇതും കൊണ്ട് ഇവിടെ വന്നിട്ട് അവിടെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് ഫോട്ടോഗ്രാഫി. അവിടെ വന്നിട്ട് അഭിഷേകം ചെയ്യണം. അവിടെ ഒരു ശിവലിംഗമുണ്ട്. അതിൻ്റെ മുകളിലൊരു കുടംപോലെ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒഴിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ശിവലിംഗത്തിൽ ഒഴുകി താഴേക്കും. അങ്ങനെയാണ് അഭിഷേകം. ഈ ഹൈറ്റിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇത് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരവും അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും ചുറ്റുമുള്ള കാര്യങ്ങൾ. നമ്മളിപ്പോൾ കദ്രി ഹിൽസിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് നിന്ന് എല്ലാം മനസ്സിലാക്കുന്നതും. അകത്തെ പൂജയെല്ലാം കഴിഞ്ഞിട്ട് വിഗ്രഹം പുറത്തേക്ക് അലങ്കരിച്ച് കൊണ്ടുവന്ന് ഇത് ക്ഷേത്രത്തിന് ചുറ്റും പൂജാരിമാരെ കൊണ്ടുപോകുന്ന ചടങ്ങ് നടക്കുകയാണ്. അപ്പോൾ അകത്തുള്ള മഞ്ജുനാഥ ഭഗവാൻ, അതായത് ശിവഭഗവാന്റെ തന്നെ മറ്റൊരു രൂപമാണ് പുറത്തേക്ക് അലങ്കരിച്ചു കൊണ്ടുവന്നത്. നിത്യബലി, ഇത് ദിവസവും ഉള്ളതാണ്. നിത്യബലി പൂജയ്ക്കായിട്ടാണ് ഈ ഒരു പ്രദക്ഷിണം വെച്ച് ഇങ്ങനെ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ പൂജ ചെയ്ത് കൊണ്ടുപോകുന്നത്. ബലിക്കല്ലിൽ പൂജയൊക്കെ ചെയ്ത് ബലിപൂജയാണ് നടക്കുന്നത്. ഇതിങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റും നടക്കും. അപ്പോൾ ബലിപൂജ കാണാനുള്ളൊരു ഭാഗ്യമുണ്ട്. അകത്ത് പോയി പ്രാർത്ഥിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് തീർത്ഥം കിട്ടി. അതുപോലെ ചന്ദനം, ഇത് ശ്രീ ഗോമുഖ ഗണപതി അദ്ദേഹം ചന്ദനമാണ്. അങ്ങനെ ഇത് വളരെ പവിത്രമായ സ്ഥലമായിട്ടാണ് കരുതുന്നത്. അതെല്ലാം തന്നെ തീർത്ഥജലങ്ങളാണ്, തീർത്ഥജലത്തിൻ്റെ ടാങ്ക്സാണ്. പിന്നെ ഈ വെള്ളത്തിലൊന്ന് മുങ്ങി നിവർന്ന് ഇവിടെ വന്ന് ഭാഗീരഥി നദിയുടെ ജലം കളക്ട് ചെയ്ത് അവിടെ മേളിലോട്ട് പോയി ശിവലിംഗത്തിൽ ഇങ്ങനെ ഒഴിച്ച് പ്രാർത്ഥിച്ച് താഴെ വന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ തലയിൽ ആ നനഞ്ഞ വസ്ത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ തീർത്ഥജലം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാണ് അകത്തേക്ക് പോയി പ്രാർത്ഥിക്കുന്നത്. ഇത്രയും പ്രൊസീജിയറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ കദ്രി ഹിൽസിൻ്റെ ഭാഗമാണ്. അതാണ് ഇങ്ങനെ പല തട്ടുകളിലായിട്ട് വീണ്ടും പടിക്കെട്ടുകളുണ്ട് മേളിലേക്ക്. അത് ശരിക്കും ഒരു വനം പോലെയാണ് മേളിലേക്ക്. അവിടെ ആഞ്ജനേയ സ്വാമികളുണ്ട്, ഹനുമാൻ ഭഗവാന്റെ പ്രതിഷ്ഠ. അത് ഫുള്ളൊരു ഫോറസ്റ്റ് ഏരിയയാണ്. ഇതെല്ലാം കദ്രി ഹിൽസിൻ്റെ പാർട്ട് ആഞ്ജനേയ സ്വാമി. പിന്നെ മുകളിലേക്ക് പോയി കഴിഞ്ഞാലാണ് ഇങ്ങനെ കാട് പ്രദേശം. അവിടെ അങ്ങനെ പോകുമ്പോഴാണ് ആ സ്വാമിമാരെല്ലാം താമസിക്കുന്ന സ്ഥലം. അവരെല്ലാം അവിടെയാണ് വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലമാണ് പരശുരാമൻ സെലക്ട് ചെയ്തതെന്നും മെഡിറ്റേഷന് വേണ്ടിയിട്ട് ശിവഭഗവാന് വേണ്ടി കഠിനമായ പ്രാർത്ഥന നടത്തി. അതിൻ്റെ ഫലമായിട്ട് ശിവഭഗവാൻ പത്നി സമേതനായിട്ട് മഞ്ജുനാഥ എന്നുള്ള ഭഗവാന്റെ രൂപത്തിൽ വരുന്നു.
പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുന്നു. പരശുരാമൻ ഇവിടെ നിന്നുകൊണ്ട് മെഴുകറിയുന്നു. അങ്ങനെ കേരളം ഉത്ഭവിക്കുന്നു. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. പിന്നെ പറയുന്ന മറ്റൊരു തിയറിയാണ് ഇതെല്ലാം ഒരു ബുദ്ധിസ്റ്റ് വിഹാര പോയിൻ്റ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നത്. അങ്ങനെ പറയുന്നു. എനിവേ ഇതൊരു ഭയങ്കര ഹോളി പ്ലേസ്. നമുക്ക് വരുമ്പോൾ തന്നെ ആ ഒരു ഹോളിനെസ് ഫീൽ ചെയ്യാം. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കും. മാംഗ്ലൂർ വന്നാൽ മറക്കാണ്ട് വരേണ്ട ഒരു സ്ഥലമാണ് പ്രാർത്ഥിക്കാനായിട്ട് മഞ്ജുനാഥ ടെമ്പിൾ, കദ്രി. അപ്പോൾ ആഞ്ജനേയ സ്വാമിയുടെ ആ വലിയ പ്രതിമയും അവിടെ പോയി പ്രാർത്ഥിക്കാം. പിന്നെയും അങ്ങോട്ട് സ്റ്റെപ്സ് ഉണ്ട്, മുകളിലേക്ക്. അപ്പോൾ ഈ കദ്രി ഹിൽസിൻ്റെ ഏറ്റവും ടോപ്പിൽ വരെ നമുക്ക് സഞ്ചരിക്കാം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മംഗലാപുരം ഫുൾ ടൗൺ കാണാൻ പറ്റും. ഇതൊരു ഹില്ലി ടെറൈനാണ്. പറഞ്ഞല്ലോ ഇത് കദ്രി ഹിൽസ് ആയിരുന്നു, ഒരു മലമ്പ്രദേശമായിരുന്നു. ഇവിടെ നിന്നാണ് അറേബ്യൻ കടലിലേക്ക്. അതെനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഇത്ര ഹൈറ്റ് എന്ന്. പിന്നെ നമ്മൾ ഈ ലെജൻസ് ആണെങ്കിലും ചരിത്രമാണെങ്കിലും എല്ലാം ഇടകലർന്നാണ് കിടക്കുന്നത്. അപ്പോൾ വിജയനഗര രാജാക്കന്മാരുടെ കാലത്താണ് ഇതൊരു ക്ഷേത്രത്തിൻ്റെ രൂപത്തിലേക്ക് അവരുടെ ആർക്കിടെക്ചറൽ സ്റ്റൈലിൽ ഇത് പണിതിരിക്കുന്നത്. പിന്നെ ഈ സ്വാമിമാരാണ് ഇവിടെ, ഈ സ്വാമിമാരുടെ പീരീഡിൽ അവരാണ് ഇവിടെ ശിവലിംഗം കണ്ടെത്തിയതെന്ന് പറയുന്നു. അപ്പോൾ ഒരു ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് സത്യാവസ്ഥ. കാരണം എപ്പോഴും അങ്ങനെയാണ്. ക്ഷേത്രങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ചാണെങ്കിലും അതിൻ്റെ ഉത്ഭവം പിന്നെ ചരിത്രവും ഐതിഹ്യവും കൂടി കലർന്ന് കിടക്കുമ്പോൾ നമുക്ക് ആ ടൈം ലൈൻ വെച്ച് നമുക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതെല്ലാം ഒരു വിശ്വാസമാണ്. പിന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന സ്ഥലമാണ്. നമുക്കൊരുപാട് നല്ലൊരു ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഇങ്ങനൊരു ക്ഷേത്രം ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. അത്രയും മനോഹരമായ ഒരു പശ്ചാത്തലമാണ് ആ സെറ്റിങ്. ആ ഹിൽ ടോപ്പിൽ കയറി വരുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി നിറയുന്ന ഗോപുരവും അത് കഴിഞ്ഞ് അകത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചയും ആദ്യം തോന്നി കേരള ആർക്കിടെക്ചറൽ സ്റ്റൈൽ അതുപോലത്തെ ഇങ്ങനെ ചുറ്റും. പക്ഷെ അതല്ല, വിജയനഗർ സ്റ്റൈലാണ്. അതുപോലെ തീർത്ഥകുണ്ടങ്ങൾ എത്ര എണ്ണമാണ്. ഇതെല്ലാം ഭാഗീരഥി നദിയുടെ ജലമാണെന്ന് വിശ്വസിക്കുന്നു. ഗംഗാ നദിയുടെ ജലം ഫ്രം കാശി. അപ്പം നമുക്ക് ഇവിടെ സ്നാനം ചെയ്താൽ, ഇവിടെ തീർത്ഥജലം കുടിച്ചാൽ, തലയിൽ ഒഴിച്ചാലൊക്കെ പുണ്യം കിട്ടുന്ന പ്രവർത്തനങ്ങളായിട്ടാണ് വിശ്വാസികൾക്ക് ആ ഒരു ഫീലിംഗാണ്. അകത്തൊന്നും ക്യാമറ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ അകത്ത് പോയി ഇനി പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ശ്രീകോവിലിൻ്റെ മേലെ ഒരു കുറച്ച് ഗോപുരങ്ങൾ കാണാം, ചെറുതായിട്ടൊക്കെ കാണാം. നല്ല ഭംഗിയുള്ള കൺസ്ട്രക്ഷൻ തന്നെയാണ്. ഏറ്റവും മനോഹരമായൊരു പ്ലേസ്മെൻ്റാണ് ഈ ക്ഷേത്രത്തിൻ്റേത്. ഇനി ഉപദൈവങ്ങളുണ്ട്. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് ഇപ്പോൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചു. ധർമ്മശാസ്താവുണ്ട്. അവിടെ ഒന്നിൽ കൂടുതൽ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ട് ഇവിടെ. അപ്പോൾ ഇനി ഈ പടി ഇറങ്ങി താഴേക്ക് പോയിട്ട് അകത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ശിവഭഗവാൻ മഞ്ജുനാഥ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കും. അകത്ത് പോയി പ്രാർത്ഥിച്ചു വന്നു. കുറച്ച് ചന്ദനമൊക്കെ കിട്ടി. അകത്ത് ഈ വെള്ളിയിലുള്ള വാതിലുകളൊക്കെയാണ്. ഭയങ്കര രസമുണ്ട്. അകത്ത് നല്ല ഭംഗിയുള്ള പ്രതിഷ്ഠയും ശിവഭഗവാൻ. പിന്നെ നവഗ്രഹങ്ങളുണ്ട്, നാഗരാജാവുണ്ട്, ഉപദൈവങ്ങളായിട്ടൊക്കെ ഉണ്ട്. കുറേ ഉണ്ട്. നല്ല രസമായിരുന്നു. ഭയങ്കര മനോഹരമായ ക്ഷേത്രം. നല്ല ഫീലാണ് നമുക്ക്, പോസിറ്റിവിറ്റി. പിന്നെ ഇവിടെ ഒരു ഉപദൈവം അവിടെയുണ്ട്. അത് ഗണപതി ഭഗവാൻ. ഇത് ധർമ്മശാസ്ത്ര. ഗണപതി ഭഗവാന്റെ ചന്ദനവും കിട്ടി. ഇപ്പോൾ വെയിലായി തുടങ്ങി. ഞാൻ രാവിലെ വന്നതാണ് 7:30. ഇപ്പോൾ ഒരു 1.5 മണിക്കൂറായിട്ടുണ്ടാവും തോന്നുന്നു. ഇനി ചെരുപ്പെല്ലാം എടുത്തിട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഇനി നേരെ പോകുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ, ശരിക്കും ബ്രേക്ക്ഫാസ്റ്റിനും അടിപൊളിയാണ്. വുഡ്ലാൻഡ്സ് ഹോട്ടലോ വുഡ്ലാൻഡ്സ് റെസ്റ്റോറൻറ്റ്. ഓക്കെ, ഭയങ്കര ഫേമസ് ആണ്. അങ്ങോട്ടേക്ക് പോകാം. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ ആയി തുടങ്ങി കേട്ടോ. എന്നാലും രാവിലെയാണ് സമയം. ഇവിടെ കാഷ്യൂ കിട്ടുന്ന പല ഫ്ലേവേഴ്സ് ഓഫ് കാഷ്യൂ. അതാണ് ഈ ഫൽഗുണി കാഷ്യൂസ് ഉണ്ട്. നല്ല തിരക്കാണ് സാധാരണ. നോക്കാം, മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. നമുക്ക് കാഷ്യൂ ബട്ടർ നമുക്ക് ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയിലൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം.
കാഷ്യൂ ബട്ടർ എന്തായാലും അതിൻ്റെ പല ഫ്ലേവേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് സാൻഡ്വിച്ചിലൊക്കെ യൂസ് ചെയ്യാം. മാംഗോ ഫ്ലേവേർഡ് കാഷ്യൂ ബട്ടർ, സിറാച്ചി ഫ്ലേവേഴ്സോ. അപ്പോൾ ഇച്ചിരി സ്പൈസി വൺ, ബ്ലാക്ക് പെപ്പറിൻ്റെ കാഷ്യൂ ബട്ടർ, ചോക്ലേറ്റ് ഫ്ലേവേർഡ് വൺ, അങ്ങനെ പല 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 ഫ്ലേവേഴ്സിൽ കാഷ്യൂ ബട്ടർ കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാർ മേടിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ. വാട്ട് ഓൾ ഫ്ലേവേഴ്സ് യു ഹാവ്? റെഡ് ചില്ലി. റെഡ് ചില്ലി, ഇത് റെഡ് ചില്ലി. Pepper. ഓക്കെ, അണ്ടിപ്പരിപ്പിൻ്റെ റെഡ് ചില്ലീസ്, പെപ്പർ ഫ്ലേവേർഡ്, Lemon chilli. lemon chilli, Barbecue. Some pineapple cheese. pineapple cheese. Oh, pineapple cheese. Okay. Green chilli. Green chilli. ഇതെല്ലാം വെള്ള 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 ഫ്ലേവേഴ്സ് ആണ്. Cheese coated. ചീസ് കോട്ടഡ്. ഓക്കെ, ഇത് ചീസ് കോട്ടഡ്. എത്ര ഐഡിയാസ് നമുക്ക് ചീസ് കോട്ടഡ് കാഷ്യൂ നട്ട്. അപ്പോൾ ആ ചീസ് ഫ്ലേവർ കിട്ടും. Each 150 madam. 150. ഓ, അത് കൊള്ളാലോ. നൈസ്. ഓക്കെ, we'll have I'll buy this honey coated chili, red chili. This is pineapple, no? Pineapple cheese. Pineapple cheese. And which is the cheese one? Only cheese. Only cheese. And this is pepper, like pepper, and this is green chili. Yeah, green. പച്ചമുളകിൻ്റെ ഫ്ലേവർ. ആൻഡ് ദിസ് ഇസ് അഗെയിൻ Lemon chilli. ലെമൺ ചില്ലി. വേണ്ട, This one barbecue. ബാർബിക്യൂ. പല പല ഫ്ലേവേഴ്സാണ് കേട്ടോ. ഇതെല്ലാം വാങ്ങിക്കാം നമുക്ക് വേണമെങ്കിൽ. ഇത് ഇവിടുന്ന് എന്ത് വാങ്ങിക്കൊണ്ട് പോകണം മാംഗ്ലൂരിൽ നിന്ന് ആലോചിക്കുമ്പോൾ പ്രധാനമായിട്ട് മനസ്സിലേക്ക് ഓടി വരേണ്ട ഒരു കാര്യം ഇതാണ്. ഫ്ലേവേഴ്സ്, ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഓഫ് Mangalore special. മാംഗ്ലൂർ സ്പെഷ്യൽ മാക്രോൺസ്. അത് വാങ്ങാം. മാംഗ്ലൂർ ഹൽവ. ഓക്കെ, Sweet halwa. വാട്ട് ഈസ് ദ ഡിഫറൻസ്? ദിസ് ഇസ് It's made with the pure ghee madam. പ്യുർ ഗീ. ദിസ് ഇസ് വൺ ബനാന, നേന്ത്രപ്പഴം. ഓ, ഇത് ഭയങ്കര ഫേമസ് ആയിട്ട് ഇവിടുത്തെ ബനാന ഹൽവ. പ്യുർ ഗീയിലാണ്. അതുപോലെ വീറ്റ് ഹൽവ ഇത് വാങ്ങാം. ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള, നാട്ടിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാനും വീട്ടിൽ ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാം. ദിസ് ഷോപ്പ്. ഓ, ഇത് കാഷ്യൂൻ്റെ കടയാണല്ലോ. Only cashew. പ്യുർ. ഓക്കെ, പ്യുർ കാഷ്യൂ വെച്ചിട്ടുള്ള കാജു കച്ചു. അത് ഇവരുടെ സ്പെഷ്യലാണ്. 1/2 കിലോയ്ക്ക് ഹൗ മച്ച് ഇസ് ദിസ്? 510 half each. 500. ഓ, ദാറ്റ്സ് ഓൾ. 1020 kg. 510, 510. Yeah. അത്രേ ഉള്ളൂ കേട്ടോ. അത് ലാഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതെല്ലാം മേടിക്കാവേ. മാക്രോൺസ് നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചത് തൂത്തുക്കുടിയാണ്. ഇത് ഇവിടുത്തെ മാക്രോണാണ്. പൈനാപ്പിൾ ഫ്ലേവേർഡ്, ചില്ലി ഫ്ലേവേർഡ്, ഹണി കോട്ടഡ്, റെഡ് ചില്ലി, ഹണി. It's a new flavor. Brown roasted cashew. റോസ്റ്റഡ് വൺ. ഓക്കെ, ദിസ് ഇസ് സാമ്പിൾ ഓർ വാട്ട്? Yeah, sample. This is Kesar sugar. കേസർ ഷുഗർ കോട്ടഡ്. എന്തൊക്കെ ഫ്ലേവേഴ്സ് അല്ലേ, കേസർ ഷുഗർ കോട്ടഡ്. ഓക്കെ, I'll take this one more I took. No, this is one chilli. Okay. Which one you recommend other than this? Then pepper is good. Pepper is Basmati, good? yes. Okay. Pepper and salt. Salted, we almost we have tasted it, no? It's very common. These are different. So ഒരു സാമ്പിളിങ് കാണിച്ചു തരാം. This is red chili flavored. നല്ല എരിവൊക്കെ ആയിട്ട് കാഷ്യൂ. ഓക്കെ, take this. This will be good for sandwiches, no? Sandwich and cooking pot. Cooking purpose also. Yeah. For gravy and all. That's instead of cashew paste, you can put this. Yes. But this mango flavored ones, Different flavors are there. This one garlic, sriracha, then plain. well, okay. Yeah. That would be nice for cooking. But chocolate ones will be good for breads. Yeah, bread toasting. Yeah, So plain. smaller ones. Yeah. Normal plain. This is plain. ഇത് കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ കാഷ്യൂ പേസ്റ്റ് ചേർക്കുന്നതിന് പകരം ഇത് ഇട്ടാൽ മതി. ഇതിൽ നിന്ന് ഒരു സ്പൂണെല്ലാം ചേർത്താൽ മതി. കാഷ്യൂ ചോക്ലേറ്റ്. യെസ്, അതൊരു ചെറുത്, മറ്റതൊരു വലുത്. സോ എന്തായാലും നമ്മൾ മാംഗ്ലൂർ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ കുറച്ച് എന്തെങ്കിലും കൊണ്ടുപോകണമല്ലോ, നല്ല സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട്. ഷോപ്പിംഗ് ലിസ്റ്റ്. പക്ഷേ സാരിയൊന്നും അല്ല കേട്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ വീട്ടിലേക്കുള്ള ഗുഡീസ് ആർ റെഡി. അങ്ങനെ വുഡ്ലാൻഡ്സ് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. ഗംഭീരമായിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. ഇന്ന് സൺഡേ ആണ്, നല്ല തിരക്കുണ്ട്. ഇഷ്ടംപോലെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വുഡ്ലാൻഡ്സ് ഹോട്ടൽ. ഇവിടെ ബോർഡിങ്ങും ലോഡ്ജിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അവിടുത്തെ റെസ്റ്റോറൻ്റാണ് ഈ ഭാഗം.
ഇത് വളരെ പഴക്കം ചെന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ദാറ്റ് ഈസ് വുഡ്ലാൻഡ്സ് ഹോട്ടൽ, അവരുടെ തന്നെ റെസ്റ്റോറൻറ്റ്. ആ പഴമ കാണുമ്പോൾ അറിയാമല്ലോ. ഇവരുടെ മെനു ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഈവനിങ്ങിൽ കിട്ടുന്ന കുറേ കാര്യം, ഗോലി ബാജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈവനിങ് ആണ്. പിന്നെ ഒരു ടൊമാറ്റോ ഓംലെറ്റ് എന്ന് പറഞ്ഞൊരു വെജ് ഓംലെറ്റ് ഉണ്ട് ഇവരുടെ. അത് പക്ഷേ വൈകുന്നേരമേ ഉള്ളൂ. ഞാനത് പ്ലാനിലുണ്ടായിരുന്നു. പക്ഷേ അല്ലാണ്ട് റവ ദോശ, മസാല ദോശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാവിലെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദഹി വട, പിന്നെ ബോണ്ട, കട്ട്ലേറ്റ് കിട്ടും, ഓൾ വെജ്. എനിക്ക് തോന്നുന്നു രസവടയും ചിലപ്പോൾ കാണുമായിരിക്കും. ചപ്പാത്തി പോലുള്ള കാര്യങ്ങളുണ്ട്. നല്ല മസാല ദോശ കിട്ടും, കാരാബാത്ത് കിട്ടും, സ്വീറ്റ് മധുരം ചോറ്, പായസം തന്നെയാണ്. പിന്നെ ചൗ ബാത്ത് ഉണ്ട്. പിന്നെ കാശി ഹൽവ, അതും മാംഗ്ലൂർ ഉടുപ്പി സ്പെഷ്യലാണ്. കാശി ഹൽവ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓർഡർ ചെയ്യാം. കുടിക്കാൻ ലസ്സി ഉണ്ട്, കോൾഡ് ബെവറേജസ് എല്ലാം ഉണ്ട്, ഫിൽറ്റർ കോഫി അങ്ങനത്തെ കാര്യങ്ങൾ, കോഫി, പിന്നെ ബോൺവിറ്റ, ഹോർലിക്സ്. പിന്നെ ലഞ്ചിന് കുറേ നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ, അടിപൊളി. പിന്നെ ഐസ്ക്രീംസ് എല്ലാം ഉണ്ട്, ആൻഡ് ഓൾ ദി ചൈനീസ് ഐറ്റംസും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഇത് വെരി ഓൾഡ് ഹോട്ടൽ വുഡ്ലാൻഡ്സ് മാംഗ്ലൂർ. അപ്പോൾ ആ ഒരു ട്രഡീഷണൽ പഴയ ബിൽഡിങ്ങും അത് ഒരുപാട് ആൾക്കാരുടെ നൊസ്റ്റാൾജിയ തോന്നുന്ന സ്ഥലമായിരിക്കും. ഇവിടെ പണ്ട് വന്നിട്ടുള്ള പഠിക്കുന്ന കാലത്ത് വന്നിട്ടുള്ളവരും ഒക്കെ അവർക്കൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നൊസ്റ്റ് കഴിക്കാൻ സാധ്യതയുള്ളൊരു കഫേയാണ്. കഫേ മീൻസ് ഒരു ഹോട്ടലാണ്, ഹോട്ടൽ വുഡ്ലാൻഡ്സ്. സ്വീറ്റ് ബാത്ത് ഉണ്ട്, കാരാബാത്ത് സ്വീറ്റ് ബാത്ത് ആണോ? ഇപ്പം ഇല്ല. ഇപ്പം എന്തൊക്കെ തരാൻ പറ്റും? കട്ട്ലേറ്റ് ഉണ്ടോ? ബോണ്ട ഉണ്ട്. ഓക്കെ, ഉരുളക്കിഴങ്ങ് ബോണ്ട, ഇഡ്ലി വട, മസാല ദോശ, റവ ദോശ, പ്ലെയിൻ ദോശ, പിന്നെ പൂരി വിത്ത് ക്ഷീര ഉണ്ടോ? അപ്പോൾ ഇപ്പോൾ കിട്ടുമോ? ഓക്കെ, പൂര ക്ഷീര തരൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മസാല ദോശ, കാശി ഹൽവ, കേർഡ് വട. യെസ്, ഇഡ്ലി. വാ, തൈര് വട വലുത് 2 പൂരി വിത്ത് ക്ഷീര മീൻസ് നമ്മുടെ കേസരി. സ്വീറ്റ് ആൻഡ് പൂരി കോമ്പിനേഷൻ നല്ലതാണ്. ഞാനങ്ങനെ കുറേ നാളായിട്ട് മറന്നിരുന്നതാണ്, ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനിയും വരാനുണ്ട് കാര്യങ്ങൾ. സിമ്പിൾ ഇഡ്ഡലിയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഉഴുന്നുവട എനിക്ക് തൽക്കാലം വേണ്ട. ഇവരുടെ മാംഗ്ലൂർ ഉടുപ്പിക്കാരുടെ സാമ്പാർ സംഭവമാണ്. ചെറിയൊരു സ്വീറ്റ്നെസ് ഒക്കെ എന്തായാലും കാണും. ഇത് സ്വീറ്റ് അല്ല, ഇത് അത്യാവശ്യം എരിവുള്ള സാമ്പാറാണ്. വുഡ്ലാൻഡ് സ്പെഷ്യൽ. ചട്നിയുണ്ട്, ഇറ്റ്സ് എ കോമ്പിനേഷൻ. ഓക്കെ, നല്ല ചമ്മന്തി, നല്ല സ്പൈസി സാമ്പാർ. വാ, നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവരെ ഇഡ്ഡലി കഴിച്ചില്ല. കഴിച്ചെല്ലാം പോകും. ഇഡ്ഡലി കഴിച്ചു, തട്ട ഇഡ്ഡലി, പൊടി ഇഡ്ഡലിയൊക്കെ കഴിച്ചു. അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇഡ്ഡലിയാണ് കേട്ടോ. ഭയങ്കര പഞ്ഞിക്കട്ട പോലെ അങ്ങനത്തെ അല്ല, സംതിങ് ഡിഫറെൻറ്റ്. നമുക്ക് അറിയാൻ പറ്റും അകത്തെ കാര്യങ്ങൾ. പുളിച്ചു പോയ അങ്ങനത്തെ അല്ല. വെരി നൈസ്. ഗോലി ബജി ഉണ്ടോ? ഗോലി ബാജി, ദ മസാല ദോശ, വുഡ്ലാൻഡ് സ്പെഷ്യൽ, വെരി ഫേമസ്. രണ്ട് ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ പല കടകളിലും ഈ ഗോലി ബാജി ഫേമസ് ആണ്. വുഡ്ലാൻഡ്സും വളരെ പഴക്കം ചെന്നതല്ലേ, വെരി ഫേമസ്. നമുക്ക് എല്ലാ സ്ഥലത്തു നിന്നും കഴിച്ചിട്ട് അസസ് ചെയ്യാം. ഗോലി ബാജി ഇത് കറക്റ്റ് പറഞ്ഞാൽ മൈദ ചേർത്തുണ്ടാക്കണം, തൈരും മൈദയും. പൂരി വിത്ത് ക്ഷീര മീൻസ് നമ്മുടെ കേസ് കോംബോ. ഇത് നല്ല കോമ്പിനേഷൻ. യം ദഹി വട. അല്ല, അതിനും ചമ്മന്തി സാമ്പാർ തരുന്നു. അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ദഹി വടയ്ക്ക് ചമ്മന്തി സാമ്പാർ എല്ലാത്തിലും ഉണ്ട്. ഓക്കെ, ഭയങ്കര കൂൾ ഫീലിംഗ് ആണ് സത്യം പറഞ്ഞാൽ. തണുപ്പിച്ച് തൈരോടെ കഴിക്കുകയാണെങ്കിൽ ചൂട് സമയത്ത് പറ്റിയതാണ്. നമ്മൾ ചൂട് തുടങ്ങിയിട്ടുള്ളൂ, രാവിലെ സ്റ്റാർട്ടിങ് ടൈമാണ്. ഇപ്പോൾ ഒരു 9:15 മണിയായിട്ടുള്ളൂ. ചൂട് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഉച്ചയാകുമ്പോൾ. അടിപൊളി. പിന്നെ മസാല ദോശയിലേക്ക് ലോട്ട് ഓഫ് മസാലാസ്, ചമ്മന്തി ആൻഡ് സാമ്പാറാണ് കോംബോ.
വെരി നൈസ് കൊള്ളാം കേട്ടോ, അടിപൊളി. ഓവർ സൈസ് അല്ല, കറക്റ്റ്. അപ്പോൾ എത്ര കാര്യമെന്ന് ചോദിച്ചല്ലേ, ഗംഭീരം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഗംഭീരം. അപ്പോൾ മസ്റ്റ് ട്രൈ പ്ലേസ് വുഡ്ലാൻഡ്സ് ഹോട്ടൽ. വൈകുന്നേരം വന്നാൽ വേറെ കുറേ കാര്യങ്ങൾ കൂടി കിട്ടും. ഓക്കെ, ഒരു ഗ്രാൻഡ് ഫിനാലി ഫിനിഷിങ് വിത്ത് കാശി ഹൽവ. അല്ല, ചൂട് കാശി ഹൽവയാണത്. കുമ്പളങ്ങയിൽ ഉണ്ടാക്കുന്ന ഹൽവയാണ് കാശി ഹൽവ. അത് മാംഗ്ലൂർ ആൻഡ് ഉടുപ്പി സ്പെഷ്യലാണ്. യെസ്, ആഹാ, നല്ല നേരെ ടേസ്റ്റ്, വെരി നൈസ്. ഈ വുഡ്ലാൻഡ്സിൽ കാശി ഹൽവ ഫേമസ് ആണ്. ഞാനിപ്പോൾ ഓർക്കുന്ന ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യക്ക് നമ്മൾ ഉടുപ്പി മാംഗ്ലൂർ കവർ ചെയ്ത സമയത്ത് ഉടുപ്പിയിലെ ഒരു വീട്ടിൽ പോയിട്ട് ഒരു സ്വാമിയാണ് കാശി ഹൽവ ഉണ്ടാക്കി കാണിച്ചത്. അത് ഓറഞ്ച് കളറൊക്കെ ചേർത്ത്, ഇതെനിക്കൊന്ന് യെല്ലോ കളറായിരിക്കണം. അപ്പോൾ നെയ്യുണ്ട് കേട്ടോ. ഷുഗറിലാണ് ചെയ്യണം, ശർക്കരയല്ല. കളർ ഇങ്ങനെ വരണ്ട് വരുന്നതിൻ്റെ ഇച്ചിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ട് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ടേസ്റ്റി ഇതൊക്കെ അടിപൊളി. ഇതൊന്നും പോരാഞ്ഞിട്ട് ലാസ്റ്റിലെ ഒരു ചിക്കു ഷേപ്പ് കൊണ്ട് തോന്നും. കൂടെ ഉള്ളവരെല്ലാം ചായ കോഫി എല്ലാം കുടിക്കുമ്പോൾ ഞാനൊരു ചിക്കു ഷേപ്പ്. ഇവരുടെ ഗ്ലാസ് ഇങ്ങനെയാണ് ഒരു കൊടുക്കുന്നത് കേട്ടോ, പ്യുവർ ചിക്കു. നല്ല ചിക്കു ഷേക്കിൻ്റെ ആ ചിക്കുവിൻ്റെ ഫ്ലേവർ. എനിക്കുകൊണ്ട് ഇത് പാലും ചിക്കുവും മാത്രമുള്ള ഐസ്ക്രീം ഇട്ടിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. അല്ലാണ്ട് മസ്റ്റ് ബി ഫ്രോസൺ മിൽക്ക് ആൻഡ് ചിക്കു. അങ്ങനെ ഒരു തണുപ്പിൽ അവസാനിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ്, കോൾഡ് ഐറ്റംസ്. അപ്പോൾ അങ്ങനെ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ നിന്നും ഇറങ്ങുന്നു. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇതൊരു ട്രഡീഷണൽ ആയിട്ട് നമുക്ക് വിചാരിക്കാം. വളരെ പഴക്കം ചെന്ന് ഹോട്ടൽ. ഇവിടെ ബോർഡിങ് ആൻഡ് ലോഡ്ജിങ് ഒക്കെ ഉണ്ട്, അന്ന് കാലം തൊട്ടുള്ളതാണ്. താങ്ക് യു. എൻ്റെ ഓണർ ഇവിടെ ഉണ്ട്, ഒരു യങ് ഓണറാണ്. എവറിത്തിങ് വാസ് ഫൈൻ. താങ്ക് യു സോ മച്ച്. Excellent. Okay, nice. Thank you. It's a very old, no? Your 61. It was built in 61. 61. 61. Oh, 1961. then onwards. So it's almost what, 65 Yeah, years old. more than yes. Right. My grandfather built this place. Oh, you are the third generation. Oh, okay, nice meeting you. Okay, thank you so much. Thank you. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. മാംഗ്ലൂർ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. അപ്പോൾ നല്ലൊരു ദിവസം ഇന്ന്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ.